അതുകൊണ്ട് ആ മൂന്നാം സ്വർഗത്തിൽ നിങ്ങൾക്കറിയാമല്ലോ 3 സ്വർഗങ്ങളുണ്ട്. ഒന്നാം സ്വർഗമെന്ന് പറയുന്നത് അത് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. നിന്റെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ അതാണ് ഒന്നാമത്തെ സ്വർഗം. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ മൂന്നാം സ്വർഗത്തെപ്പറ്റി നാം വായിക്കുന്നുണ്ട്. അവിടെയാണ് പൗലോസ് ദർശനത്തിൽ മൂന്നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുന്നത്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ ആ മനുഷ്യൻ പർദീസയോളം എടുക്കപ്പെട്ടു. 2-ാം വാക്യത്തിൽ അവൻ പറയുന്നു അവൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം 2 കൊരിന്ത്യർ 12:2. ഈ വേദഭാഗത്തിൽ നിന്നാണ് 3 സ്വർഗങ്ങളുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നത്. 3-ാം വാക്യത്തിൽ അതിനെ പർദീസ എന്നാണ് അവൻ വിളിക്കുന്നത്. പർദീസ ഈ മൂന്നാം സ്വർഗത്തിലാണ്. അവിടെയാണ് വിശ്വാസികൾ മരിക്കുമ്പോൾ പോകുന്നത്. അവിടെയാണ് ക്രിസ്തു ഇരിക്കുന്നത്. അവിടേക്കാണ് പൗലോസ് ആത്മാവിൽ എടുക്കപ്പെട്ടത്. അതാണ് മൂന്നാം സ്വർഗം. ഒന്നാം സ്വർഗം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. ആകാശം നിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. നാം ആദ്യം കാണുന്ന ഈ സ്വർഗവും അത് നാം കാണുന്ന ഈ ആകാശവും കോടിക്കണക്കിന് മൈലുകൾ, ഇതിനും ആ മൂന്നാം സ്വർഗത്തിനും ഇടയിൽ ഒരു 2-ാം സ്വർഗമുണ്ട്. പിശാചിനെ ദൈവസന്നിധിയിൽ നിന്ന് തള്ളിക്കളഞ്ഞപ്പം അവനെ ഈ 2-ാം സ്വർഗത്തിലേക്കാണ് തള്ളിക്കളഞ്ഞത്. അതുകൊണ്ടാണ് നാം എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത്. അത് കാണുന്നത് 6-ാം അധ്യായത്തിലാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടുമത്രേ. ഏത് സ്വർലോകമാണത്? നമ്മൾ കാണുന്ന ഈ ലോകമല്ലത്. അത് മൂന്നാം സ്വർഗവുമല്ല. അവൻ മൂന്നാം സ്വർഗത്തിൽ നിന്ന് 2-ാം സ്വർഗത്തിലേക്ക് തള്ളപ്പെട്ടു. പിശാചിപ്പം നരകത്തിലല്ല. അവൻ ഇതുവരെയും നരകത്തിൽ പോയിട്ടില്ല. അവൻ 2-ാം സ്വർഗത്തിലാണ്. അവിടുന്ന് അവൻ ഭൂമിയിലേക്ക് വരുന്നു. ചില ഭൂതങ്ങളെ നരകത്തിലേക്ക് തള്ളിയിട്ടിട്ടുണ്ട്. നിങ്ങളത് 2 പത്രോസ് 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ചില ഭൂതങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന്. 2 പത്രോസ് 2:4 നമ്മളത് കാണുന്നത്. എന്നാൽ പിശാചും അവൻ്റെ അനേക ദൂതന്മാരും ഇപ്പോഴും വസിക്കുന്നത് 2-ാം സ്വർഗത്തിലാണ്. അവർക്ക് ഭൂമിയിലേക്ക് വരാൻ കഴിയും. അവർക്ക് മനുഷ്യനെ ബാധിക്കാനായിട്ട് കഴിയും. അവരാണ് ഭൂതഗ്രസ്തരായ മനുഷ്യർ. ഭൂതങ്ങൾ മനുഷ്യരുടെ ഇടയിലേക്ക് വരും. അവർക്ക് 2-ാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരാനും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് 3-ാം സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല. യോബിൻ്റെ പുസ്തകത്തിൽ പിശാചി ദൈവത്തോട് സംസാരിക്കുന്നത് 2-ാം സ്വർഗത്തിൽ നിന്നാണ്, 3-ാം സ്വർഗത്തിലുള്ള ദൈവത്തോട്. ഇത് നാം അറിയുന്നത് നല്ലതാണ്. അതുകൊണ്ട് പാപമുണ്ടായത് ഒരു സൃഷ്ടി മുകളിലേക്ക് പോകാൻ ആഗ്രഹിച്ചപ്പോഴാണ്. ദൈവം അവനെ സൃഷ്ടിച്ചതിനും അപ്പുറത്ത് അതവനെ നിഗളിയാക്കി. അവൻ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവനാണെന്ന് ചിന്തിച്ചു. അവനെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്തു. അത് പിശാചിൻ്റെ ആത്മാവാണ്. നിങ്ങൾ നിങ്ങളെ സഭയിലുള്ള മറ്റാളുകളുമായിട്ട് തുലനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഏത് ആത്മാവാണ് നിന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിലോ കഴിവിലോ സൗന്ദര്യത്തിലോ ഏത് കാര്യത്തിലും നിങ്ങൾ പ്രശംസിക്കുമ്പോൾ നിങ്ങൾ അറിയണം അത് എവിടുന്നാണ് വരുന്നതെന്ന്. അത് വരുന്നത് തൻ്റെ നിങ്ങളും കൊണ്ട് തള്ളപ്പെട്ടു പോയ ആ പിശാചിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു നമ്മെ രക്ഷിക്കാനായിട്ട് പിശാചിനെ ജയിച്ചത്. അവൻ ചെയ്തത് പിശാച് ചെയ്തതിന് നേരെ എതിരായ ഒരു കാര്യമാണ്. അങ്ങനെ മാത്രമേ പിശാചിനെ ജയിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. പിശാച് തന്നെ തന്നെ ഉയർത്തി, യേശു തന്നെ തന്നെ താഴ്ത്തി. നിഗളത്തെ ജയിക്കാനുള്ള ഒരേ ഒരു മാർഗം അത് താഴ്മയാണ്. ഒരു മനുഷ്യന് താഴ്മയില്ലെങ്കിൽ അവൻ പിശാചിന് നേരെ തിരിഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് എതിർത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞാൻ പറയാം. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് 19-ാം അധ്യായത്തിൽ ചിലർ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്.
പൗലോസ് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെന്ന് ചിലർ കേട്ടു. യേശുവിൻ്റെ നാമത്തിൽ അതിനെ പുറത്താക്കി. സ്കോവ എന്ന് പറയുന്ന മഹാപുരോഹിതൻ്റെ 7 മക്കളെക്കുറിച്ച് നാം അപ്പോസ്തലപ്രവൃത്തി 19 വായിക്കുന്നു. അത് നാം കാണുന്നത് 13-ാം വാക്യത്തിലാണ്. ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ ദുരാത്മാക്കളോട് ഇങ്ങനെ പറഞ്ഞു, പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു. ഈ സ്കോവായുടെ 7 മക്കൾ ഇങ്ങനെ ചെയ്തപ്പം ആ ദുരാത്മാവ് അവരോട് ഇങ്ങനെ പറഞ്ഞു, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്. നിങ്ങൾ ആരാണോ നിങ്ങൾ ചിന്തിക്കുന്നത്, ഞാനത് ഇഷ്ടപ്പെടുന്നു. അതുപോലെ ഈ ദുരാത്മാവ് ഉണ്ടായിരുന്ന ആ മനുഷ്യൻ ഈ 7 പേരുടെ മേൽ ചാടി വീണ് അവരുടെ വസ്ത്രങ്ങൾ കീറി അവരെ കീഴടക്കി. നിങ്ങളുടെ ജീവിതം ദൈവത്തിന് മുമ്പാകെ ശരിയല്ലെങ്കിൽ ഈ ആളുകൾ ചെയ്തതുപോലെ യേശുവിൻ്റെ നാമം നിങ്ങൾക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയില്ല. നീ ഒരു നിഗളിയാണെങ്കിൽ പിശാച് പറയും, നീ എൻ്റെ കൂട്ടാളിയല്ലേ, നിനക്കെങ്ങനെ എന്നെ പുറത്താക്കാൻ കഴിയുന്നത്? എനിക്കും നിനക്ക് ഒരേ ആത്മാവല്ലേ? താഴ്മയിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് പിശാചിനെ ജയിക്കാൻ കഴിയൂ. നിങ്ങളുടെ ശാസനയിലൂടെയോ അങ്ങനെ ഒന്നും കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, പെന്തക്കോസ്തുകാരോടും കരസ്തമാറ്റുകാരോടും എനിക്കുള്ള എതിർപ്പ് അന്യഭാഷ പറയുന്ന കാര്യത്തിൽ മാത്രമല്ല, അവർ ഭൂതത്തെ പുറത്താക്കുന്ന വിധത്തിലും എനിക്ക് എതിർപ്പുണ്ട്. ഞാൻ അനേക പ്രാവശ്യം ഇപ്രകാരം കണ്ടിട്ടുണ്ട്. പെന്തക്കോസ്തിലും കരസ്മാറ്റിക്കിലുമുള്ള ആളുകൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നതും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ഭൂതങ്ങളെ പുറത്താക്കാനായിട്ട് ശ്രമിക്കുന്നത്. യേശു എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. സ്കോവായുടെ മക്കളാണ് അങ്ങനെ ചെയ്യുന്ന കാണുന്നത്. യേശു എപ്പോഴും ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ, ഭൂതം വിട്ടുപോയി. ഞങ്ങളെ ഇന്ത്യയിലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള ഭൂതബാധിതരുമായിട്ട് കണ്ടുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. അവിടെ അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു. എല്ലാ വിഗ്രഹങ്ങൾക്ക് പിന്നിലും ഒരു ഭൂതമുണ്ടെന്ന് ഒന്നുപോലും നാം വായിക്കുന്നുണ്ട്. ഈ ഭൂതങ്ങളിൽ ചിലത് മനുഷ്യരിൽ പ്രവേശിക്കുന്നു. ഞങ്ങളത് കണ്ടിട്ടുണ്ട്. ഭൂതബാധിതരായ ചില സ്ത്രീകൾ അവർ വളരെയധികം ശക്തരാണ്. 3-4 പുരുഷന്മാർക്ക് പോലും അവരെ പിടിച്ചു നിർത്താൻ കഴിയില്ല. ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളിലും ഞാൻ ഈ കാര്യം കണ്ടിട്ടുണ്ട്. ഒറ്റ വാക്ക്, യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകുക, അവർ പോകും. ഞാൻ അനേക ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ. ഒരു പ്രാവശ്യം പോലും ഭൂതം വിട്ടുപോകാതിരുന്നിട്ടില്ല. എല്ലാ പ്രാവശ്യവും അവർ വിട്ടുപോയിട്ടുണ്ട്, ഒറ്റ കൽപ്പനയിലൂടെ. അത് വിട്ടുപോയില്ലെങ്കിൽ ഞാൻ യേശുവിനോട് പറയണം, കർത്താവേ, എന്നിലെന്തോ കുഴപ്പമുണ്ട്, ഞാൻ പോയി ഉപവസിച്ച് പ്രാർത്ഥിക്കണം. എന്തുകൊണ്ട് ആ ഭൂതം പോയില്ല? സ്കോവായുടെ മക്കളെ പോലെ അല്ല ഞാൻ യേശുവിൻ്റെ നാമം ഉപയോഗിക്കേണ്ടത്. എന്നാൽ എല്ലാ സമയത്തും അവർ വിട്ടുപോയിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഒരു സഹോദരി മറ്റൊരു സ്ത്രീയുമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞാനും എൻ്റെ ഭാര്യയും സ്വീകരണ മുറിയിലിരിക്കുകയാണ്. ഞാൻ ചിന്തിച്ചു അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. അവൾ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു, യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക എന്ന്. അതുപോലെ പിശാചിനോട് പറയുക, നീ കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടുവെന്ന്. ഞാൻ എപ്പോഴും ആളുകളോട് അങ്ങനെ പറയാറുണ്ട്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഓരോരുത്തരും പിശാച് കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടെന്ന് പറയണം. അവളുടെ മുഖം മാറി അവൾ എനിക്ക് നേരെ തിരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഓഹോ, ഞാൻ ചിന്തിച്ചു ഞാൻ ആ സ്ത്രീയോടാണ് സംസാരിക്കുന്നതെന്ന്. അവിടെ ഉള്ളിലുള്ള ഭൂതം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ആ ഭൂതം എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ എന്നോട് മറുപടി പറഞ്ഞു. അവിടെ ഉള്ളിലുള്ള ആ ഭൂതത്തോട് ഞാൻ ശാന്തമായിട്ട് പറഞ്ഞു, യേശു നിന്നെ തോൽപ്പിച്ചു, നീ കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടവൻ തന്നെയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവളെ വിട്ട് പുറത്തു പോവുക. പോയി. അതിനുശേഷം ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിയും പിശാചിനോട് പറയാം നീ കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടെന്ന്. അവളങ്ങനെ പറഞ്ഞു, നീ കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടു. എനിക്കൊരു പ്രത്യേകതയുമില്ല.
താഴ്മയിലും നിർമ്മലതയും നടക്കുന്നെങ്കിൽ നിങ്ങൾക്കും അത് ചെയ്യാം. ആർക്കും കഴിയും. ഒരു യഥാർത്ഥ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ചൈനയിലുള്ള ഒരു പാസ്റ്റർ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ചൈനയിലുള്ള ഒരു ഗ്രാമത്തിലാണ് അവൻ ജീവിച്ചിരുന്നത്. അവിടെ ധാരാളം ഭൂതബാധിതരുണ്ടായിരുന്നു. അവരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ അവരിലുണ്ടായിരുന്ന ഭൂതത്തെ അവൻ പുറത്താക്കുമായിരുന്നു. എല്ലായ്പ്പോഴും. ഒരിക്കൽ അവരൊരു ഭൂതബാധിതനെ കൊണ്ടുവരുന്നപ്പോൾ ആ പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ്റെ 12 വയസ്സുള്ള മകൻ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ആ പാസ്റ്റർ അവിടെ ഇല്ല. എന്നാൽ ഈ കൊച്ചുകുട്ടി പറഞ്ഞു, നേരെ കയറി പോരുക. 12 വയസ്സുള്ള കുട്ടി. അവൻ്റെ അപ്പൻ ഭൂതങ്ങളെ പുറത്താക്കുന്ന അവൻ കണ്ടിട്ടുണ്ട്. താഴ്മയിൽ ജീവിക്കുന്ന നിഷ്കളങ്കനായ ഒരു കുഞ്ഞ്. അവൻ ആ ഭൂതത്തോട് പുറത്തു പോകാൻ പറഞ്ഞു. ഭൂതം അവനെ വിട്ടുപോയി. ആ കുഞ്ഞിന് 12 വയസ്സുണ്ടോ എന്നുള്ളതല്ല വിഷയം. അവന് ശുദ്ധ ഹൃദയവും താഴ്മയും ഉണ്ട്. യേശുവിൻ്റെ നാമത്തെയാണ് അവൻ ഭയപ്പെടുന്നത്, എന്നെയും നിങ്ങളെയും അല്ല. അവൻ കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടു. ഈ കാര്യം നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടായിരിക്കണം. നിങ്ങളുടെ പാപം മാത്രമല്ല കാൽവറിയിൽ ക്ഷമിക്കപ്പെട്ടത്. പിശാച് കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടു.